ഗുഡ് മോർണിംഗ് SKN. ഒരു അവസാനവട്ട വോട്ട് ഉറപ്പിക്കുന്നതിനുള്ള ഒരു ഓട്ടോ പ്രദക്ഷിണത്തിലാണ് NDA സ്ഥാനാർത്ഥി ഉള്ളത്. രാവിലെ പിരായിരി പഞ്ചായത്തിന്റെ ഉൾമേഖലയിലായിരുന്നു. ഇപ്പോൾ ടൗണിലേക്ക് എത്തി ഇവിടെ അക്ഷയ നഗറിൽ ഓരോ വീടുകളും തേടി വോട്ടഭ്യർത്ഥിക്കുകയാണ് അദ്ദേഹം. ഇതിപ്പോ വോട്ട് ചോദിക്കുന്നത് വിട്ടുപോയതാണോ അതോ രണ്ടാം വട്ടം ഒന്ന് ഉറപ്പിക്കുകയാണോ? ഈ വരെ വിട്ടുപോയ പ്രദേശങ്ങൾ മുൻ നഗരസഭാ ചെയർപേഴ്സൺ ശ്രീമതി പ്രിയ അജയന്റെ വാർഡ് കൂടിയാണ്. അപ്പോൾ പ്രിയ താമസിക്കുന്നത് ഈ പ്രദേശത്ത് തന്നെയാണ്, ഇതിനടുത്ത പ്രദേശം ചിന്മയാനഗറിലാണ്. അപ്പോൾ ഇത്തരത്തിൽ വിട്ടുപോയ പ്രദേശങ്ങളിൽ സ്ഥാനാർത്ഥി എത്തിക്കുക എന്നുള്ള ദൗത്യം ഇവരെല്ലാം ഏറ്റെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ചെറിയ പ്രദേശങ്ങൾ പോലും ഒരു വീട് വിട്ടിട്ടുണ്ടെങ്കിൽ അതുപോലും അറിയിച്ചിട്ട് അത്തരം വീടുകളിൽ എത്താനുള്ള ശ്രമമാണ് പാർട്ടിയുടെ ഭാരവാഹികളും പ്രവർത്തകരും ഈ അവസാന നിമിഷത്തിൽ ചെയ്യുന്നത്. ഇന്നിപ്പോൾ ഞാൻ രാവിലെ മുതലുണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിച്ചതാണ്. പല വീടുകളിൽ പോയിട്ട് വികസനത്തിന്റെ കാര്യങ്ങൾ, അതായത് ഇവിടുത്തെ വികസനത്തിന്റെ പോരായ്മകളാണല്ലോ പ്രധാനമായിട്ടും പറയുന്നത്. തൊട്ടു മുമ്പുള്ള പ്രദേശത്ത് കണ്ടല്ലോ, ഏറ്റവും അടിസ്ഥാന ജനവിഭാഗം താമസിക്കുന്ന പ്രദേശത്ത് വിൻസെന്റ് നഗർ പിരായിരി പഞ്ചായത്തിലെ അവിടെ കുടിവെള്ളമില്ല, റോഡില്ല, 40 വർഷമായിട്ട്. പാലക്കാട് നഗരത്തിൽ 2 പ്രധാന കേന്ദ്രങ്ങൾ നിർമ്മാണത്തിൻ്റെ പാതി വഴിയില്ല. ഒന്ന് സാംസ്കാരിക നിലയം, മെഡിക്കൽ കോളേജിൻ്റെ അടുത്ത് 40 കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ച സാംസ്കാരിക നിലയം, അത് ഇതുവരെ തുറന്നു കൊടുത്തിട്ടില്ല. കാരണം തുറന്നു കൊടുക്കാൻ കഴിയില്ല. പബ്ലിക് വരുന്ന ഒരു ഹാളിൽ നിന്നും നേരിട്ട് ഹൈവേയിലേക്ക്, ദേശീയപാതയിലേക്ക് ഇറങ്ങാൻ പാടില്ല എന്നുള്ള ഒരു നിയമമുണ്ട്. അതെല്ലാം ലംഘിച്ചുകൊണ്ട് നിർമ്മിച്ചിരിക്കുക. ഇന്ന് അത് തുറന്നു കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ്. എതിരാളികൾ പറയുന്നത് ഇപ്പൊ മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്തുനിന്ന് പിന്നെ ടൗൺ ഹാൾ തുറന്നില്ല. സാംസ്കാരിക നിലയം ഞങ്ങളല്ല ചെയ്തിരിക്കുന്നത്, അത് AK ബാലന്റെ നേതൃത്വത്തിലാണ് സംസ്ഥാന ഗവൺമെന്റ് നിർമ്മിച്ചിട്ടുള്ളത്. 40 കോടി രൂപ ചെലവഴിച്ചിട്ടാണ്, അത് തുറന്നു കൊടുക്കാൻ പറ്റാത്ത സ്ഥിതിയിലാണ്. അതുപോലെ തന്നെ വിക്ടോറിയ കോളേജിനടുത്തുള്ള ഇൻഡോർ സ്റ്റേഡിയം, അത് CPMന്റെ നിയന്ത്രണത്തിലുള്ള ഇൻഡോർ സ്റ്റേഡിയം സൊസൈറ്റിയാണ്. ശ്രീ TR അജയനാണ് അതിൻ്റെ ചെയർമാൻ. CPM സഹയാത്രികനാ. എത്ര വർഷമായി ഇതിൻ്റെ നിർമ്മാണം തുടങ്ങിയിട്ട്? പാലക്കാടിലത്തെ എല്ലാ മുനിസിപ്പാലിറ്റികളും 25 ലക്ഷം രൂപ വെച്ച് കൊടുത്തു. എല്ലാ പഞ്ചായത്തുകളും 10 ലക്ഷം രൂപ കൊടുത്ത്, അങ്ങനെ കോടിക്കണക്കിന് രൂപ സർക്കാർ ഖജനാവിന് നഷ്ടം വരുത്തിയ ഒരു പദ്ധതിയാണ്. എല്ലാ ബിൽഡിംഗ് റൂളുകളും വയലേറ്റ് ചെയ്തിട്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. അതൊരു ടൗൺ ഹാൾ ആരുടെയാണ്? ടൗൺ ഹാൾ നഗരസഭയല്ല നവീകരണം. ഷാഫി പറമ്പില ഉത്തരവാദി. ഷാഫി പറമ്പിൽ 2014 പാലക്കാടിൻ്റെ MLA ആയിട്ട് ആദ്യ തവണ തിരഞ്ഞെടുക്കപ്പെട്ട സമയത്ത് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ കൊണ്ടുവന്ന് നഗരസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് നവീകരണത്തിൻ്റെ ഉദ്ഘാടനം നടത്തിയതാണ്. അതിൻ്റെ ഫണ്ട് പാസ്സായിട്ടുണ്ടായിരുന്നില്ല, അതിൻ്റെ പ്ലാന് പാസ്സായിട്ടുണ്ടായിരുന്നില്ല. ഇത്തരം സാഹചര്യത്തിലാണ് അദ്ദേഹം ഇതിൻ്റെ നവീകരണം ആരംഭിക്കുന്നത്. 18 വരെ അതിനുള്ള ഫണ്ട് പോലും അലോട്ട്മെൻറ്റും അതുപോലെ തന്നെ അതിനുള്ള പ്ലാന് പോലും പാസ്സാക്കാതെ, അതിനുള്ള പെർമിഷനുകൾ വാങ്ങാതെയാണ് അദ്ദേഹം ചെയ്തിരുന്നത്. SKN, അപ്പോൾ ഇതുപോലെ തന്നെ വികസനം പറഞ്ഞിട്ടാണ് ഇപ്രാവശ്യം വോട്ട് ചോദിക്കുന്നത്.